everyone, I'm Soumya Sibi over here. അപ്പോൾ ദേ എൻ്റെ ഇടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ വെറുതെ രസത്തിന് പറയാമെന്ന്. ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ദേ നമ്മളിന്ന് കൊല്ലത്ത് ഒരു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോവാം കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ടെന്നൊക്കെ. പപ്പയുണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ അനിയനുണ്ട്. അങ്ങനെ ദേ നമ്മൾ വെളുപ്പിനെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണ്, 187 കിലോമീറ്റർ താണ്ടി വേണം നമ്മൾ കൊല്ലം വരെ എത്തണമെങ്കിൽ. അപ്പം 4.25 മണിക്കൂറൊക്കെയാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത്. പക്ഷെ നമ്മൾ ഗൂഗിൾ അമ്മച്ചി പറയുന്നത് വിശ്വസിക്കരുതല്ലോ. കാരണം പുള്ളിക്കാരത്തി ഇങ്ങനെ പലതും പറയുന്നൊക്കെ. പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞ് പലരും പല വഴിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അതിൽ കൂടുതലേറെ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെളുപ്പിന് ഇറങ്ങിയോണ്ട് തന്നെ എന്ത് പറ്റി, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കടയിലൊക്കെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പപ്പ നമ്മുടെ പൊറോട്ടയും വെജിറ്റബിൾ കറിയും, അമ്മയും അനിയനും പൊറോട്ടയും മുട്ടക്കറിയും കേട്ടോ കഴിച്ചത്. ഞാൻ അതൊന്നുമല്ല കഴിച്ചത്, ഞാൻ ഗീ റോസ്റ്റും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചതെന്നൊക്കെ. അങ്ങനെ അപ്പോൾ ദേ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ടെന്നൊക്കെ. യാത്ര ഓൾറെഡി ആരംഭിച്ചതാണ്, എങ്കിലും ഒന്നും കൂടി ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് ഒന്നുകൂടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എനർജി വെച്ചിട്ട് വേണം ഇനി ജഡായിപ്പാറൊക്കെ കണ്ടിട്ട് വരാനെന്ന്. അങ്ങനെ നമ്മുടെ യാത്രയ്ക്കിടെ കുറേ കാടിൻ്റെ ഉള്ളിലേക്കും കുറേ കുഞ്ഞു വഴിയുടെ ഉള്ളിലേക്കൊക്കെ നമ്മൾ പോയിട്ടോ. കാരണം ഗൂഗിൾ അമ്മച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പുള്ളിക്കാരത്തി നമ്മൾ എല്ലാ വഴികളെയും കൊണ്ടുവന്ന് എല്ലാ ഓട് വഴികളെയും കൊണ്ടുവന്ന് പറയുന്നതാണ് ഏറ്റവും സത്യം എന്നൊക്കെ. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ടൈമിൽ ഞങ്ങളിപ്പോൾ പോയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ കുറേ വണ്ടികളുണ്ടായിരുന്നു കേട്ടോ, ടൂറിസ്റ്റ് ബസ്സുകൾ. എന്തോരം ടൂറിസ്റ്റ് ബസ്സുകളാ, റോഡ് നിറയെ വണ്ടികളായിരുന്നു എന്നൊക്കെ. ഞങ്ങൾ മാത്രം ടൂറിന് പോയാൽ മതിയോ, ബാക്കി ആൾക്കാർ പോകണ്ടേ? അങ്ങനെ കുറേ കല്യാണ വണ്ടികളും ടൂറിസ്റ്റ് ബസ്സുകളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 10:30 എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 11:45 ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മേളിലെത്തിയപ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ പേരുണ്ടായിരുന്നു, ദൈവമേ വന്നത് വെറുതെ ആവോ. കാരണം ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ സൂര്യൻ അങ്ങോട്ട് ഉച്ചയിൽ നിൽക്കുന്ന ടൈമാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി, യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് കൊല്ലത്ത് തന്നെ എത്തി നിൽക്കുമോ എന്നുള്ളത്. പക്ഷേ ദേ നമ്മുടെ കുന്നിൻ്റെ മുകളിൽ മലയുടെ മുകളിൽ ജഡായുടെ ആ ഒരു സ്റ്റാച്ചു കണ്ടുകഴിഞ്ഞപ്പോൾ സമാധാനമായി എന്നൊക്കെ. കാരണം നമ്മൾ എത്തിയല്ലോ. പിന്നെ ചടയമംഗലം എന്ന് പറഞ്ഞ ബോർഡും കണ്ടുകഴിഞ്ഞപ്പോൾ ചെറിയൊരു സമാധാനമായിട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ജഡായു എർത്ത് സെൻറ്ററിലേക്ക്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ദേ നമ്മുടെ പാർക്കിംഗ് ഫീസായിട്ടുള്ള 30 രൂപ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവർ. നമ്മളിങ്ങനെ വണ്ടിയും കൊണ്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇങ്ങനെ പാർക്കിംഗ് ഫീസ് മേടിച്ചിട്ട് പിന്നെ നമുക്കിങ്ങനെ പാർക്ക് ചെയ്യാനുള്ള ഏരിയാസൊക്കെ കാണിച്ചു തരും കേട്ടോ. എനിക്ക് വലിയ ഡൗട്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഒരു വീഡിയോസിലും ഞാനത് കണ്ടില്ലായിരുന്നു. അതുകൊണ്ടുള്ള ഡൗട്ട്, ഇനി പാർക്കിംഗ് സ്പേസ് ഉണ്ടാവുമോ, നമ്മൾ വണ്ടിയും കൊണ്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടെൻഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് കാറിനായത് 30 രൂപ കേട്ടോ. ബാക്കി വണ്ടികളുടെ ടിക്കറ്റ് റേറ്റ് എനിക്ക് അറിയത്തില്ല. അങ്ങനെ താഴ്ത്താട്ടോ നമ്മൾ എൻട്രി ഫീസ് എടുക്കണത്. അവിടെ തന്നെയാണ് നമ്മൾ നടന്നു പോകുമ്പോഴും ഉള്ള ഫീസ് എടുക്കണത്. നടന്നു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എൻട്രി ഫീസിൻ്റെ കൂട്ടത്തിൽ എന്തോ കുറച്ചും കൂടി ആവും കേട്ടോ. 325 സംതിങ് എന്തോ ആണ് നടന്ന് നമ്മൾ സ്റ്റെപ്പ് വഴി കയറി പോകണേനാണ്. എൻട്രി ഫീസ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മേളിൽ ചെന്നിട്ടാണ് നമ്മൾ എന്തെടുക്കണത്, നമ്മൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കണത്. അപ്പം എൻട്രി ഫീസ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 225 പ്ലസ് GST ആട്ടോ. അപ്പോൾ 265 ആവട്ടോ എൻട്രി ഫീസ് മാത്രം. അതിനുശേഷം കേബിൾ കാർ. ഈ കേബിൾ കാറിൽ നമ്മൾ കയറാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കേബിൾ കാറിൻ്റെ ക്യൂവിലാട്ടോ. ഈ ക്യൂ എന്ന് പറയുമ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള ആൾ ടിക്കറ്റ് കൗണ്ടറിലേക്കും പോകും, ബാക്കിയുള്ളവരിങ്ങനെ ക്യൂവിൽ നിൽക്കും. അങ്ങനെയാണ് സംഭവം. അതൊക്കെ കഴിഞ്ഞ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 288 പ്ലസ് 75 പൈസ അത്ര ആട്ടാവണത്. അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ നമുക്ക് ഒരാൾക്ക് പെർ ഹെഡിന് 553 രൂപയും 75 പൈസയാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ പോവാം കേട്ടോ. നമ്മൾക്ക് കേബിൾ കാറിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടി. ഇനി നമുക്ക് കുറച്ച് നേരം നമ്മൾ താഴത്ത് നിന്ന് റെസ്റ്റ് എടുത്തിട്ട് അവിടുത്തെ തിരക്ക് കുറയണ അനുസരിച്ച് നമുക്ക് മേളിലേക്ക് കയറി പോകാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ നിലയാണ്, മേളിലത്തെ നില കേട്ടോ. ഇവിടെ ഉണ്ട് വലിയൊരു ക്യൂ എന്നൊക്കെ. പക്ഷെ നമുക്കിങ്ങനെ ഒരുപാട് ടൈം നമുക്കിങ്ങനെ നിൽക്കേണ്ട വന്നില്ല കേട്ടോ. അങ്ങനെ വലിയ തിരക്കുണ്ടായില്ല എന്ന് പറയാം. ഞങ്ങൾ പോയത് ശനിയാഴ്ച എന്തോ പോയത്, പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് എന്തോ പറയുക, വലിയ തിരക്കുണ്ടായില്ല എന്നൊക്കെ. പിന്നെ മഴക്കാലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫ്രൈയും ആയില്ല, അതും കൂടി കൊടുത്തിട്ടുള്ള പറയണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ 12 മണി എന്നൊക്കെ പറയുമ്പോൾ ചുട്ടു പൊള്ളണ ടൈമല്ലേ. പക്ഷെ എന്താ ഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യം അതാണ്.
ഇനി ദേ നമുക്ക് കുറച്ച് ഹിസ്റ്ററിയും കുറച്ച് ഇതിനെ ബേസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജടായുപാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രമാണ് ജടായു എർത്ത് സെൻ്റർ അഥവാ ജടായു നേച്ചർ പാർക്ക്. 64 ഏക്കറാണ് പാർക്കിൻ്റെ ആകെ വിസ്തീർണം. സംവിധായകനായ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. ഇവിടെയുള്ള രാമായണത്തിലെ ജടായുവിൻ്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ്. ജടായു രാവണയുദ്ധം ജടായുപാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. വെട്ടേറ്റ് വീണ ജടായുവിനെ ഓർമ്മപ്പെടുത്തുന്ന വിധമാണ് ശില്പം. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് പക്ഷിശില്പത്തിന്. അപ്പോൾ ദേ നമ്മുടെ കേബിൾ കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നീല കളർ കേബിൾ കാറിലാണ് നമ്മൾ കയറി പോകാൻ പോകണമെന്നൊക്കെ. ഇനി ബാക്കി ഹിസ്റ്ററിയൊക്കെ നമുക്ക് മേളിൽ ചെന്നിട്ട് കേട്ടാൽ പോരെ. മൊത്തം ഹിസ്റ്ററി ക്ലാസ്സായി പോവില്ലേ ഇത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഏറെ കാത്തിരിപ്പിനോട് ഒത്തിരി നേരം നമുക്ക് പോസ്റ്റായില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള കേബിൾ കാർ വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് പകരം നീല കേബിൾ കാറാട്ടോ വന്നത്. ഇനി വെള്ളയും നോക്കി ഇന്ന് ബാക്കിലേക്ക് നമ്മൾ കേൾക്കേണ്ട വരും കേട്ടോ. അപ്പം നമുക്ക് വന്ന കേബിൾ കാറിൽ കയറി പോവാല്ലേ. അങ്ങനെ അപ്പോൾ കേബിൾ കാറായാൽ മതി എന്നൊക്കെ. അങ്ങനെ നമ്മൾ കയറാൻ പോവാട്ടോ. നമുക്ക് ഈ ഒരു കേബിൾ കാറിൽ 8 പേർക്ക് കയറാനായിട്ടുള്ള സീറ്റിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ആരും ഇതിനുള്ളിൽ നിൽക്കാനൊന്നും പാടില്ല കേട്ടോ. കാരണം കേബിളുമുള്ള കളിയാണ്, റിസ്ക് ആണെന്നൊക്കെ. അങ്ങനെ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം കരുതിയത് 4 പേരായിരിക്കും, അങ്ങനെയായിരിക്കും സീറ്റിംഗ് സ്പേസ് വന്നിരുന്നത്. പക്ഷേ വലിയ കേബിൾ കാറാട്ടോ അത്. കാറെന്ന് പറയുന്ന പോലെ തന്നെ വലിയ ഇതാട്ടോ. ഒരു സൈഡിൽ 4 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കേബിൾ കാറിലെ കുറച്ച് വിശേഷങ്ങൾ കാണാട്ടോ. അപ്പോൾ കേറിക്കോളൂ, അവിടുന്ന് ആൾക്കാർ കയറി തീരണ്ടേ. നമ്മള് മറ്റേ റോളർ കോസ്റ്ററിൽ കിടക്കണല്ലേ. ഒരുപാട് അടിക്കഴിഞ്ഞ് 2 തമ്മിൽ അതിനുള്ള ഇത് കുറച്ചിട്ട് അടുത്ത മഞ്ഞവണ്ടി ഉണ്ട്. അപ്പൊ 4 എണ്ണം ഉണ്ട്. മഞ്ഞ, പച്ച, വെള്ള. ഇതിന്റെ അടിയിലൊന്നും കേബിൾ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ ആദ്യം കയറുമ്പോൾ ചെറിയൊരു ഇത് നമുക്ക് തോന്നും കേട്ടോ. ഇങ്ങനെ പൊന്തണേൻ്റെ ഒരു ഇത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുണ്ടും കുഴിയിൽ ഇറങ്ങണ പോലെ ഇങ്ങനെ അപ്പുറത്തേക്കുള്ള കേബിൾ കാർ പോകുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടി സ്ലോ ആവട്ടോ. ഇത് നമ്മുടെ സ്റ്റെപ്സ് ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 2 വഴി പോവാം. ഒന്നുകിൽ സ്റ്റെപ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കേബിൾ കാർ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് പിന്നെ വേറൊരു വഴിയും കൂടി ചൂസ് ചെയ്യാം. ഒരു സൈഡ് സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് വേറൊരു സൈഡ് നമുക്ക് കേബിൾ കാർ യൂസ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് മേളിൽ ചെന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മേളിൽ വരെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ കേബിൾ കാർ ചൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തേണ്ട ടിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ അത് 2 സൈഡുള്ള ടിക്കറ്റ്സ് ആട്ടോ എടുത്തേണ്ടത്. നമ്മൾ സ്പെസിഫൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കും ചെറിയ ടെൻഷൻ ഡൗട്ട് വന്നിരുന്നു മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. കാരണം അവിടെ ടിക്കറ്റിൻ്റെ കാര്യം എഴുതി വെച്ചതിനെ കൊണ്ട് നമുക്കൊരു ഡൗട്ടായി. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ 2 സൈഡ് തന്നെയാണോ എന്നുള്ളത്. 288 രൂപ തന്നെയാണ് കേട്ടോ പെർ ഹെഡ് വന്നത്, 2 സൈഡും കൂടി കൂടിയിട്ട്. പിന്നെ 1 കിലോമീറ്റർ ആട്ടോ ഈ ഒരു കേബിൾ കാറിൻ്റെ ഡിസ്റ്റൻസ് വന്നത്. പിന്നെ ഇതിൻ്റെ ടൈം വെച്ചിട്ട് പറയുവാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേയും സാറ്റർഡേയും എനിക്ക് തോന്നുന്നു 10 മണി തന്നെയാണ്. 10 മണി തൊട്ട് 5:30 വരെ ആട്ടോ ടൈം വരുന്നത്. ഏറ്റവും നല്ലത് രാവിലെ വരുന്നതും പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈം. അപ്പോൾ ഒരു സൺസെറ്റ് കാണാൻ പറ്റുന്ന ആ ഒരു വ്യൂവിൽ വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വെയിലുണ്ടാവാണ്ടിരുന്നത്. വെയിലുണ്ടായിരുന്നെങ്കിൽ ഒന്നും പറയാനില്ലെന്നൊക്കെ, ചുട്ട് പൊള്ളിയണേ. 100 കോടി ചെലവിൽ പണിതുയർത്തിയതാട്ടോ നമ്മുടെ ഈ ശില്പം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ ജടായുപ്പാറയിലുള്ള നമ്മുടെ ജടായുടെ ശില്പമാട്ടോ. നമ്മുടെ കേബിൾ കാറിന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആട്ടോ വന്നത് നമ്മുടെ അവിടെ നിന്ന്. പിന്നെ എന്താ പറയുക, ഈ ഒരു ഇതിൻ്റെ ഫെതേഴ്സ് ഉണ്ടല്ലോ, ഈ ഫെതേഴ്സിലൊന്നും നമ്മൾ കയറി നിൽക്കാനൊന്നും പാടില്ല കേട്ടോ. അവിടെ ഗാർഡ്സ് ഉണ്ട്, നമ്മളെ കയറ്റി നിർത്തത്തുമില്ല. അത് വേറൊരു കാര്യം. ഫോട്ടോ എടുക്കാനൊക്കെ നമുക്കതുമ്പോൾ കയറി ഇരിക്കാനൊക്കെ തോന്നും, പക്ഷെ ഇരിക്കാൻ പാടില്ല, നമ്മൾ നശിപ്പിക്കരുതല്ലോ. ഇത് കണ്ടോ, ഈ കേബിൾ കാർ, ആ മഞ്ഞ കേബിൾ കാർ കാണാനായിട്ട് പുഴു പോണ പോലെ ഇല്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നുണ്ട്. ചായ അല്ല കുടിച്ചത്, നാരങ്ങ വെള്ളവും കൂട്ടത്തിലുള്ള വടയും കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണല്ലോ ചെന്നത്, അതുകൊണ്ടെന്നൊക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു ജടായു പ്രതിമയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കയറാൻ പറ്റില്ല, പണ്ട് കയറാൻ പറ്റുമായിരുന്നു കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു 60 തിയേറ്ററും കൂട്ടത്തിലുള്ള ഡിജിറ്റൽ മ്യൂസിയം സംഭവങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്റ്റിലുള്ളതാണ്. അപ്പോൾ മിക്കവാറും അതിൻ്റെ പണി നടക്കണം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ആ ഒരു പണിയും കൊണ്ടായിരിക്കണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്തത്. ഇത് കണ്ടോ, ഇതൊരു സ്റ്റേഡിയം പോലത്തെ ഇതാട്ടോ. ഇവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മേഘങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമില്ലേ. ഇനി നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു പോകാം അല്ലേ. രാവണനിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ധീരമായി ശ്രമിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ കുലീന പക്ഷിയായ ജടായുവിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഐതിഹ്യമനുസരിച്ച് യുദ്ധത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ജടായു ചടയമംഗലത്തെ പാറകളിൽ വീണു. ഇത് ഇന്ത്യൻ പുരാണങ്ങളിൽ ഈ സ്ഥലത്തെ വളരെയധികം പ്രധാനമുള്ളതാക്കുന്നു. ഈ കാണുന്ന അമ്പലം ഉണ്ടല്ലോ, ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എക്സാക്റ്റായിട്ട് പ്രതിഷ്ഠ ഏതാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഈ ഒരു അമ്പലം കാണാനായിട്ട് തന്നെ ഒരു നല്ലൊരു ഭംഗിയാണല്ലേ, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആട്ടോ മൊത്തത്തിൽ. നമ്മൾ ഈ ഒരു അമ്പലത്തിലേക്ക് കയറണേക്കാളും മുന്നേ നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ ഊരി വെക്കണം. അപ്പോൾ ചെരുപ്പ് ഊരി സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഒരു ചെരുപ്പിന്, ഒരു പെയർ ചെരുപ്പിന് 5 രൂപ നമ്മൾ കൊടുക്കണം അങ്ങനെ. അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ മഴയത്ത് ഇങ്ങനെ മേഘങ്ങളൊക്കെ കൂടി നിൽക്കണതാണ് നല്ല രസമുണ്ടല്ലേ. ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു, നമ്മുടെ ജടായു ഇങ്ങനെ വീണ് കടന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ജടായു കടന്നിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാന്തി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വെച്ച് ആ വെള്ളം കുടിച്ച് അവിടെ ഇങ്ങനെ ജടായു നമ്മുടെ രക്ഷിക്കാനായിട്ട് സീതയെ തട്ടിക്കൊണ്ട് പോയേ എന്നറിയിക്കാനായിട്ട് ലക്ഷ്മണന്മാർ വരുന്നത് വരെ ജീവൻ നിലനിർത്തിയത് അവിടെ ഒരു കിണറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ. പിന്നെ അതേ ഈ ഒരു കാൽപാദം ഇങ്ങനെ ഇത് വെച്ചേക്കുന്നതാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ പറയണം കേട്ടത് കേട്ടോ. രാമലക്ഷ്മണന്മാരുടെ കാൽപ്പാടുകളായിരിക്കണം. അങ്ങനെ ഈ ഒരു ടെമ്പിളിലേക്ക് കാണാനായിട്ടൊരു പ്രത്യേക രസമാണെന്നൊക്കെ. രാവിലെ തന്നെ കേട്ടോ ഈ ഒരു ടെമ്പിൾ തുറക്കത്തുള്ളൂ. നമ്മൾ ചെന്നത് ഉച്ചയായതുകൊണ്ട് തന്നെ അത് തുറന്നിട്ടുണ്ടാകുന്നില്ല കേട്ടോ, അടഞ്ഞു കിടക്കുക. പക്ഷെ നമുക്ക് അതിനുള്ളിലുള്ളത് കാണാൻ പറ്റും കേട്ടോ, പ്രതിഷ്ഠയൊക്കെ കാണാനായിട്ട് പറ്റുവേ. എൻ്റെ ഉള്ളിലത്തെ മ്യൂസിയത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. ഉള്ളിലേക്ക് കയറിയിരുന്നെങ്കിൽ ഈ ഒരു ഹോൾ ഹിസ്റ്ററി അതിൻ്റെ ഉള്ളിലിങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നും മ്യൂസിയം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുമേ. എങ്ങനെയാണ് ഈ ഒരു ജടായുപ്പാറ വന്നത്, അല്ലെങ്കിൽ ജടായുവിൻ്റെ ബിഹൈൻഡുള്ള സ്റ്റോറീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെന്ന് ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ 60 തിയേറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ ജടായുവിൻ്റെ കണ്ണില്ലേ, ആ കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുള്ളായിട്ട് ഏരിയ കാണാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ റിട്ടേൺ പോവാം കേട്ടോ. റിട്ടേൺ പോകാനായിട്ട് നമ്മളിങ്ങനെ ക്യൂ പാലിച്ച് തന്നെയാട്ടോ നമ്മൾ പോകണത്. അങ്ങനെ നമ്മുടെ ജടായുപ്പാറയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ റിട്ടേൺ കേബിൾ കാറിൽ തന്നെയാണല്ലോ. അപ്പോൾ കേബിൾ കാറിന് പോകാനായിട്ടുള്ള ക്യൂ ആണ് നിങ്ങളീ കാണുന്നതെന്നൊക്കെ. അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 വേ ടിക്കറ്റ്, കേബിൾ കാറിൻ്റെ 1 വേ ടിക്കറ്റ് നമുക്ക് കളക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏരിയ. ഈ ഒരു സംഭവം കാണുന്നില്ലേ, ഇത് ഈ ഫ്ലോറിൻ്റെ താഴെയാട്ടോ നമ്മൾ കയറി പോകേണ്ട ഏരിയ. അപ്പോൾ ഇതേ നമ്മൾ റിട്ടേൺ പോവാന്നൊക്കെ. ഇത് അമ്മയുടെ ഫോണിലെടുത്ത വീഡിയോ കേട്ടോ, അതുകൊണ്ട് എഫക്റ്റായിട്ട് ലിപ്സ്റ്റിക്ക് വരെ വന്നിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ. അപ്പോൾ ഇതേ ഞങ്ങളെല്ലാവരോടും ഇത്തവണ ഞങ്ങൾക്ക് 4 എണ്ണത്തിനും ഒന്നിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ കണ്ട ആ ഒരു വലിയൊരു ഗ്രീനറി ഉണ്ടല്ലോ, ആ ഗ്രീനറിക്കും ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അവിടെ ജലപ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ 2 കൂറ്റൻ പാറകൾ യോജിപ്പിച്ചൊരു ചെക്ക് ഡാം ഉണ്ടാക്കി. അങ്ങനെ മഴവെള്ളമൊക്കെ ശേഖരിച്ചാണ് ആ കാണുന്ന ജടായുടെ താഴെ കാണുന്ന ആ താഴ്വാരങ്ങളിലൊക്കെ മരങ്ങളൊക്കെ വന്നതും പുഷ്ടിപ്പെട്ടതും ഒക്കെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായിട്ടെന്നൊക്കെ 3 മണിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് ഓർക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചത്തെ ഫുഡ് നമ്മുടെ മന്തിയാന്നൊക്കെ. മന്തി ഇല്ലാണ്ട് എന്ത് കളി. അപ്പോൾ കൊല്ലം സ്പെഷ്യൽ മന്തിയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ സാമ്പ്രാണിക്കുടിയിൽ കറക്റ്റ് ടിക്കറ്റ് ടൈം ഇന്ത്യയാണെങ്കിലും തൊട്ട് മുന്നേ ഞങ്ങൾ പറപ്പിച്ചെത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടുത്തെ
ഇവിടുത്തെ ടിക്കറ്റ് ടൈമിംഗ് വന്നിട്ട് 9:30 തൊട്ട് 4:30 വരെ കേട്ടോ. നമ്മൾ കറക്റ്റ് 4:20 ആയപ്പോൾ അവിടെ എത്തിയിരുന്നേ. ഭയങ്കര പേടി കാരണം കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളത്. കാരണം നമ്മൾ പറപ്പിച്ച് എങ്ങനെയൊക്കെ ഒന്നാമത് വഴി അറിയാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെയൊക്കെ കുഞ്ഞു കുഞ്ഞു വഴികൾ, മൊത്തം ബസ്സുകൾ റിട്ടേൺ പോകണം. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 4:20 ആയപ്പോൾ എത്തി, ടിക്കറ്റ് കിട്ടി, ഞങ്ങളങ്ങനെ കയറി എന്നൊക്കെ. പിന്നെ ഈ ബോട്ടിൽ 7 പേരായാലും കേട്ടോ അത് എടുക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യത്തിൽ ആ ചേട്ടൻ ബോട്ട് എടുത്തു എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ബോട്ടുകാർ നമ്മുടെ വീഡിയോ എടുക്കും, നമ്മൾ അവരുടെ വീഡിയോ എടുക്കും എന്നൊക്കെ. ഈ അഷ്ടമുടി കായലില്ലേ, ഈ കായലിൻ്റെ ഒത്ത നടുക്കുള്ളൊരു സ്പേസ് ആട്ടോ നമ്മുടെ ഈ സാമ്പ്രാണിക്കുടി ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി ഫോം ചെയ്തതല്ല, അങ്ങനെ ഒരു വാട്ടർ ഹൈവേ എന്തോ ഉണ്ടാക്കി കഴിഞ്ഞതിന് ഇപ്പോൾ അവിടുത്തെ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ട് അങ്ങനെ ആ ഒരു ഏരിയയുടെ ആഴം കുറഞ്ഞതാട്ടോ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ചാമ്പ്രാണി എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് സാമ്പ്രാണി എന്നൊരു വാക്ക് ഉണ്ടായതെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് ആട്ടോ, കണ്ടൽ കാടുകളാട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ എൻഡ് ടൈമിൽ എത്തിയോണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഞങ്ങൾ വെള്ളം അത്യാവശ്യം നല്ല വെള്ളമുള്ള ടൈമിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തോരം കുറേ അങ്ങോട്ട് പോകുന്തോറും നമ്മുടെ മുട്ടിന് മേളിലെ വെള്ളം ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരുപാട് പോയുമില്ല കേട്ടോ. അവിടെ കുറേ കുഞ്ഞു കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയാൽ നമുക്ക് വള്ളത്തിൽ ഈ കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റിയേനെ കേട്ടോ. അത് പോകാൻ പറ്റിയില്ല, നമ്മൾ കറക്റ്റ് എൻഡ് ടൈമിൽ എത്തിയോണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരത്തെ അങ്ങോട്ട് എത്തണം കേട്ടോ. ഒരുവിധം നല്ലത് ഇവിടെ ആദ്യം വന്നിട്ട് പിന്നെ ജടായുപ്പാറ ഒരു ഉച്ച സൺസെറ്റ് ആ ഒരു തീമിൽ എത്തണതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ പോവാട്ടോ. നമുക്ക് അവിടെ ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂറിനടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ടോ ടൈം കിട്ടിയുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളങ്ങനെ പാതിരാത്രി 12 വരെയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ വന്ന് അങ്ങനെ ആൽഫാം മന്തി മേടിച്ച് അതൊക്കെ കഴിച്ചു കേട്ടോ. റിട്ടേൺ പോകുന്നതും കുറച്ച് ടാസ്ക്കാന്നൊക്കെ, ഈ മഴ വീണം കൊണ്ടേ ഗ്ലാസ്സിൽ ഒന്നും കാണാൻ പറ്റണില്ല എന്നൊക്കെ. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് നമ്മുടെ ടിങ്കപ്പന് നമ്മൾ ഫുഡും കൊടുത്തിട്ട് ഇനിയിപ്പോൾ ചാച്ചി ഉറങ്ങാൻ പോകാമെന്നൊക്കെ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ടാറ്റാ.